ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു സ്വീറ്റ് ഗിഫ്റ്റ് ബോക്സാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായി ഞാനിവിടെ ഒരു പെപ്സിയുടെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അത് ഈ വീഡിയോ കാണുന്നത് പോലെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് പേപ്പറാണ് വേണ്ടത്. ഞാൻ ഈ കേക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന കാർഡ്ബോർഡ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ആ കാർഡ്ബോർഡ് ഷീറ്റിൽ നമ്മൾ കട്ട് ചെയ്തെടുത്ത പാർട്ട് വെച്ചിട്ട് സർക്കിൾ ചെയ്തെടുക്കുക. എന്നിട്ട് ആ സർക്കിളും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ 2 സർക്കിൾ വേണം. ഞാൻ പിന്നെ എടുത്തിരിക്കുന്ന ഗ്ലിറ്റർ പേപ്പറാണ്. ഞാൻ പിങ്ക് ഗ്ലിറ്റർ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം കേട്ടോ. ഗ്ലിറ്റർ പേപ്പറിൻ്റെ മേലെ കട്ട് ചെയ്ത കാർഡ്ബോർഡ് ഷീറ്റ് വെച്ചിട്ട് അതും സർക്കിൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ഈ സ്വീറ്റ്സ് ഗിഫ്റ്റ് ബോക്സ് ഉണ്ടല്ലോ, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനോ റിലേറ്റീവിനോ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 4 പീസാണ് നമുക്കതിന് വേണ്ടത്. അതിനുശേഷം ആ കാർഡ്ബോർഡ് പേപ്പറും ഗ്ലിറ്റർ പേപ്പറും വെച്ച് ഒട്ടിച്ചെടുക്കുക. അത് രണ്ടും ഒട്ടിച്ചെടുക്കുക. ഞാൻ 2 പീസും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച പെപ്സിയുടെ പാർട്ട് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലായിട്ട് അതിലൊരു പീസ് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു നീളത്തിന് ഗ്ലിറ്റർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ട് അതിന് ചുറ്റിച്ചു കൊടുക്കുക. അതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് വരാനും ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പറാണ്. അതിനൊരു സർക്കിൾ ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക. നമുക്കതിൽ മാക്സിമം ഒരു 4 പീസസാണ് വേണ്ടത്. എന്നിട്ട് അതിലെ 2 പീസസുകൾ ഒരുമിച്ച് വെച്ച് ചേർത്തൊട്ടിച്ചെടുക്കുക. അതിനുശേഷം ആ ഒട്ടിച്ചെടുത്ത ആ ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പേഴ്സ് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളയുക. നമ്മൾ ആ ബ്ലാക്ക് പേപ്പർ ഈ ബോക്സിന് മേലെ ഒട്ടിച്ചെടുക്കുക. അതിനുവേണ്ടി ഗ്ലൂ തേച്ചിട്ട് അതിൻ്റെ മേലെ നേരെ ചെവി പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ബോയാണ്. അത് നമുക്ക് ഉണ്ടാക്കാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഞാൻ അതിനും ഇവിടെ പിങ്ക് ഗ്ലിറ്റർ പേപ്പർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വീഡിയോ കാണുന്നത് പോലെ കട്ട് ചെയ്തെടുക്കുക. അത് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ ഒറ്റിച്ചൂടെ എടുക്കുക. പിന്നെ പേപ്പർ പഞ്ച് വെച്ചിട്ട് ബ്ലാക്ക് ഗ്ലിറ്ററിൻ്റെയും വൈറ്റ് ഗ്ലിറ്ററിൻ്റെയും കുറേ സർക്കിൾസ് എടുക്കുന്നുണ്ട്. അത് ഗിഫ്റ്റ് ബോക്സിൻ്റെ മുകളിലും താഴെയായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. ക്യൂട്ടായിട്ടില്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.